ഹായ് സ്മീബ ഇബ്രാഹിം, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോം സ്റ്റേ ആണല്ലോ എടുത്തേക്കണത്. അപ്പം അവിടേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ആക്ച്വലി ഇതൊരു ഷോപ്പിംഗ് ഫോർ ഹോസ്റ്റൽ തിങ്സ് എന്നൊക്കെ പറയാം. പിന്നെ മാത്രമല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് കോഴിക്കോട് പോവുകയും ചെയ്യുക, എനിക്കുള്ള സാധനങ്ങളും വാങ്ങിക്കുകയും ചെയ്യുക. ഒരു ഫാമിലി ടൈം എന്നും പറയാം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. കോഴിക്കോടേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ലുലുവിൽ കയറണം. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നമ്മൾ പോയി, പക്ഷെ നമുക്ക് തെറ്റി. അവരെല്ലതും ഓവർ പ്രൈസ്ഡ് ആണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വാങ്ങിച്ചിരിക്കണം, പക്ഷെ കുറേയൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യമായിട്ടുള്ള അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു. ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്യാനുള്ള ബോക്സസ് നോക്കുന്നുണ്ട്. ബട്ട് പിന്നെ തോന്നി അത് ഭയങ്കര ഓവർ പ്രൈസാണ്. അപ്പം അത്രയും ഓവർ പ്രൈസിന് അത് വാങ്ങിക്കണ്ടെന്ന് തോന്നിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു സോപ്പ് ബോക്സ് ആണ്. പിന്നെ ഒരു ഡയറി ആണ്. എന്താ പറയുക, ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കൊള്ളൂ എന്ന് ഉദ്ദേശം കൊണ്ട് വന്നതാണ്. പക്ഷെ ഇതുപോലെ കാണുമ്പോൾ ഞാനും എൻ്റെ റയാനും അങ്ങോട്ട് മനസ്സ് മാറും. ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കണമോ വാങ്ങിക്കേണ്ടതെന്നാണ്. വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇയാളെ സോപ്പ് ഇടണം. ഡേറ്റിലാണ് ഞാൻ. ഇനിയും ഇഷ്ടംപോലെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് ഇവിടെ. ഓ താങ്ക് യു. എല്ലാ ഗേൾസിനും ഫേവറേറ്റ് ഏരിയ. ഞാനിവിടെ നിന്ന് ഒന്ന് വാങ്ങിച്ചു. ഇത് പ്രൗൺസിൻ്റെ ചട്നിയാണ്. ബില്ലിങ്ങും കാര്യങ്ങളും കേട്ട് നമ്മൾ നേരെ പോയി നിസ്കരിക്കാനാണ്. ആ ടൈമിൽ അസറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പോയി. അതിനുശേഷം നമ്മൾ കിഡ്സിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, കിഡ്സിൻ്റെ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ബോഡി ലോഷൻസ്, ക്രീംസ് കാര്യങ്ങളൊക്കെ കൂടുതലും കിഡ്സിൻ്റെ ആവും. കാരണം അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ വൈപ്സ് കിഡ്സിൻ്റെ ഉപയോഗിക്കൽ, അതിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കിഡ്സിൻ്റെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലതാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് വാങ്ങിക്കാറ്. ഇത് എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട് അതും പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളും വാങ്ങിച്ച് നേരെ മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് SM സ്ട്രീറ്റിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് ഹോസ്റ്റലിലേക്കുള്ളത്. അത് കഴിഞ്ഞ് ബീച്ചിലേക്കും കാര്യങ്ങൾക്കൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടിങ് വേണമെങ്കിൽ പറയാം. ഇതിനെ ഷോപ്പിംഗ് മാത്രമല്ല, ഒരു ഫാമിലി ടൈം ഔട്ടിങ് ഒക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, മാളിൽ നിന്നൊരു റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ കഴിക്കണം. ഐ നോ ഞാൻ ഡേറ്റിലാണ്, ബട്ട് ചില കാര്യങ്ങൾക്ക് നമുക്കിങ്ങനെ വിട്ടുവീഴ്ച കൊടുക്കേണ്ടി വരും. SM സ്ട്രീറ്റിൽ പോയ സമയത്ത് കുറേ അധികം സാധനങ്ങൾ നമുക്ക് ലോ പ്രൈസിൽ കിട്ടി കേട്ടോ. കാരണം നമ്മൾ മാളിൽ പോയിട്ട് നോക്കിയ സാധനത്തിനൊക്കെ ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഹോസ്റ്റലിലേക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും നോക്കണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കുറച്ച് ഡെയിലി വേഴ്സും അതേപോലെ തന്നെ ഹോസ്റ്റലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ബക്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ജസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അത് വണ്ടിയിലൊക്കെ വെച്ച് നമ്മൾ പിന്നെ വിചാരിച്ചു ബീച്ചിലേക്ക് പോവാം.
ബീച്ചിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണത്. നമ്മൾ നേരെ ഗാർഡനിൽ നിന്ന് ബീച്ചിലേക്ക് പോയിട്ടാണ്. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ബീച്ചിലേക്കൊക്കെ പോകേണ്ട സമയം എന്നുള്ളത് ഒരു ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്താണ്. എങ്കിലാണ് ബീച്ചിൻ്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയുള്ളൂ, ആ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, രസമാണ്. എന്താ പറയുക, ഒരു ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് പോയ സമയത്ത് കിട്ടിയത്. അങ്ങനെ നമ്മൾ നേരെ എന്താ പറയുക, ഉപ്പിലിട്ടതും അങ്ങനെ ചായ സ്നാക്കൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, നോർമലി എനിക്ക് ഏറ്റവും ഇടങ്ങേറുള്ള സംഭവമാണ് ഉപ്പിലിട്ടത് ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ ഈ സ്നാക്സും ടീ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുടിക്കൂല. എനിക്ക് എന്തോ ഒരു ഇടങ്ങേറാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഇടങ്ങേറാട്ടത്. അവിടുത്തെ ഫുഡിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയണത്, എനിക്കെന്തോ ഒരു തോന്നലാണ് അവിടുത്തെ ഉപ്പിലിട്ടത്. വെള്ളമൊക്കെ എങ്ങനത്തെ വെള്ളമാണ് അറിയില്ലല്ലോ, ചായ ഉണ്ടാക്കുന്ന വെള്ളം എവിടെ നിന്നുണ്ടാണോ, അതോ വൃത്തി ഉണ്ടാവോ, അങ്ങനെയുള്ള ഡൗട്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതൊന്നും കഴിക്കില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ആക്ച്വലി, പക്ഷേ എന്താ പറയുക, എൻ്റെ ഡൗട്ട് കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 7 മണിക്ക് നമ്മളവിടെ വന്നതാണ്. ആ 9 മണി വരെ നമുക്കുണ്ടായൊരു ടൈമുണ്ട്, ബെസ്റ്റ് ടൈമാണത്. കാരണം നമ്മൾ വീക്കിൽ വൺസാണ് ഇങ്ങനെ നമുക്ക് കിട്ടണുള്ളൂ. അതും ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫാമിലി ടൈം ഇസ് ബെസ്റ്റ് ടൈം. കാരണം അത് കിട്ടുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റ് അത്ര വലിയ ലുക്കുള്ള റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, പക്ഷെ അവിടുത്തെ ഫുഡ് നമ്മുടെ ഫേവറേറ്റ് ഏരിയ, നമ്മൾ ഫാമിലിയായിട്ട് എപ്പോഴും കഴിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഈ വ്ളോഗ് കൂടെ എൻഡ് ആവാണ്. അതിനോ ഇത് ഷോർട്ട് വ്ളോഗാണുള്ളതും, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ലോങ് വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക.